LMR London Malayalam Radio, the station that loves God's own country and its people. London Malayalam Radio. LMR. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയ്ക്കും പരിശുദ്ധ മറിയത്തിനും എനിക്കും ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരങ്ങളെ, തിരുസന്നിധിയിൽ എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് നിങ്ങളേവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന വിഷയം കൃപ നിറഞ്ഞ പരിശുദ്ധ മറിയം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ദൈവദൂതൻ പരിശുദ്ധ മറിയത്തിന്റെ സന്നിധിയിൽ വന്ന് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്നാണ് അഭിസംബോധനം ചെയ്തത്. പരിശുദ്ധ അമ്മ കൃപ നിറഞ്ഞ വ്യക്തിയായിരുന്നു. ഇന്ന് നാം ചിന്തിക്കാനായി ഈ വിഷയം തിരഞ്ഞെടുത്തത്, ഈ ആധുനിക ലോകത്തിൽ പ്രത്യേകമായി നാം ഓരോരുത്തരും കൃപ നിറയുവാനായിട്ടാണ് പിതാവായ ദൈവം ആഗ്രഹിക്കുക. പരിശുദ്ധ അമ്മ എപ്രകാരമാണ് കൃപകൾ കൊണ്ട് നിറയുവാൻ കാരണമായത്? ഒന്നാമതായി, ദൈവഹിതത്തിന് പരിപൂർണമായി വിധേയപ്പെടുവാൻ പരിശുദ്ധ മറിയത്തിന് സാധിച്ചു. നാമും കൃപ നിറയപ്പെടണമെങ്കിൽ പ്രത്യേകമായി പിതാവായ ദൈവത്തിന്റെ ഹിതത്തോട് ചേർത്ത് നമ്മുടെ ഹിതവും സമർപ്പിക്കുമ്പോൾ, നമ്മുടെ ജീവിതങ്ങളിൽ മുഴുവനും കർത്താവിന്റെ ഹിതം നിറവേറ്റപ്പെടണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് കൃപകൾ കൊണ്ട് നിറയപ്പെടുക. ഇന്ന് നാം എവിടെ നോക്കിയാലും സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുവാനും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാനും ഉള്ള ആഗ്രഹവും പ്രേരണയും പ്രചോദനവും ആണ് എവിടെയും കാണുക. എന്നാൽ അതിന് വിപരീതമായാണ് പരിശുദ്ധ മറിയം തന്റെ ജീവിതം മുഴുവനും പിതാവായ ദൈവത്തിന്റെ ഹിതമെന്താണോ അത് മാത്രം എന്നിൽ നിറവേറണം എന്ന് ആഗ്രഹിച്ചവൾ. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ മറിയം ഗബ്രിയേൽ ദൂതന്റെ മംഗളവാർത്ത സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറയുവാൻ സാധിച്ചത്. ദൈവത്തിന്റെ ദാസിയായി അവിടുത്തെ ഹിതം എന്നിൽ നിറവേറണമെന്ന് മാത്രം ആഗ്രഹിച്ച് ജീവിച്ചപ്പോൾ കൃപകൾ കൊണ്ട് നിറയുവാൻ തക്കവിധം ദൈവം പരിശുദ്ധ മറിയത്തെ ഒരുക്കി. നമ്മുടെ ജീവിതത്തിലും ദൈവകൃപകൾ നിറയുവാനായി തടസ്സം നിൽക്കുന്ന സ്വാർത്ഥതയും അഹങ്കാര ചിന്തയും വെടിഞ്ഞ് എളിമയുടെ വിനയത്തിന്റെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് കൃപ സ്വീകരിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. പരിശുദ്ധ മറിയം തന്റെ സ്തോത്രഗീതത്തിൽ പറയുന്ന മനോഹരമായ ഒരു കാര്യം, ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ അവിടുന്ന് ചിതറിച്ചു. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് ദൈവത്തിന്റെ ഹിതത്തിന്റെ മുമ്പിൽ പരിപൂർണമായി വിധേയപ്പെടാതെ അഹങ്കാരത്തിന്റെ ചിന്തകളുമായി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതവും അസ്വസ്ഥമാകും. കൃപകൾ സ്വീകരിക്കുവാൻ നമ്മുടെ ജീവിതങ്ങൾ ഒരുക്കപ്പെടാതെ പോകുന്നത് വിനയത്തിന്റെ അഭാവമാണ്. പരിശുദ്ധ അമ്മ ഹൃദയത്തിലെ വിനയവും ദൈവിക കാരുണ്യത്തിലെ പ്രത്യാശയും അർപ്പിച്ചുകൊണ്ട് ജീവിച്ചപ്പോൾ ദൈവകൃപകൾ നിറയുവാൻ സാധ്യമായി. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം, 1-ാം ലേഖനം, അധ്യായം 15, 10-ാം തിരുവചനം, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയുംക്കാൾ അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. ഈ ഒരു വചനം ധ്യാനിക്കുമ്പോൾ പ്രത്യേകമായി പരിശുദ്ധ മറിയത്തിന്റെ ജീവിതത്തിലും കാണുവാൻ സാധിക്കുന്നത്, പരിശുദ്ധ മറിയം എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലായിരുന്നു. പരിശുദ്ധ മറിയത്തിന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. എല്ലാവരെയുംക്കാൾ കൂടുതലായി പരിശുദ്ധ അമ്മ കൃപകൾ നിറയുവാൻ അധ്വാനിച്ചു. അത് ദൈവകൃപയാൽ പരിപൂർണമായി ആശ്രയിച്ചുകൊണ്ട് ജീവിച്ചതുകൊണ്ട് പരിശുദ്ധ മറിയത്തിന്റെ ജീവിതവും കൃപകൾ കൊണ്ട് ധന്യമായി. പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നതും ഇതുതന്നെയാണ്. നമ്മിൽ ദൈവം ചൊരിയുന്ന ദൈവകൃപ നിഷ്ഫലമായി പോകാതിരിക്കുവാൻ പരിശുദ്ധ മറിയത്തെ പോലെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഇടയാകണം. നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയാ, ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ
ഈശോയ്ക്കും ഒരേ അമ്മ. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയാ. സാഗരത്തിൽ എൻ സ്വരമരുവിയായി ചേരും. മാലാഖനിരതൻ സ്തുതി സാഗരത്തിൽ എൻ സ്വരമരുവിയായി ചേരും. നൈരാശ്യവനിയിൽ പ്രത്യാശ പകരും പനിനീർ പുഷ്പങ്ങൾ വിടരും. നൈരാശ്യവനിൽ പ്രത്യാശ പകരും പനിനീർ പുഷ്പങ്ങൾ വിടരും. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയാ. സുഗന്ധം സ്നേഹത്തിലൊന്നായ ബന്ധം. അകതാരിലേക്കും ആത്മസുഗന്ധം സ്നേഹത്തിലൊന്നായ ബന്ധം. മാനവർക്കെന്നും മാധ്യസ്ഥമേകി സഹരക്ഷകയായി നിൽപ്പൂ. മാധ്യസ്ഥമേകി സഹരക്ഷകയായി നിൽപ്പൂ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയാ. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരേ ഞാനുമിരിക്കും. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയാ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും. UK-യിൽ വീട് വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ലോ ആൻഡ് ലോയേഴ്സ് കഴിഞ്ഞ 10 വർഷമായി ലണ്ടനിലും ഇപ്പോൾ മാഞ്ചസ്റ്ററിലും പ്രവർത്തിക്കുന്നു. ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സ്. ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സ്. ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾ
ഇമിഗ്രേഷൻ, എംപ്ലോയ്മെന്റ് ആൻഡ് ഫാമിലി കൂടാതെ നിയമപരമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളെ സമീപിക്കുക. ലോയർ ലോയേഴ്സ് സോളിസിറ്റേഴ്സ്, ലണ്ടൻ 0208 5865 Manchester 01617483335. Our website www.loyerlawyers.co.uk. Loyal Lawyers, Loyal Lawyers Solicitors. വീണ്ടും എഫേസോസിന്റെ ലേഖനത്തില് 1-ാം അധ്യായം 7-ാമത്തെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്ക് ഒത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ തക്കവിധം ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവിനെ സ്നേഹിക്കുമ്പോൾ, കൂടുതലായി അവിടുത്തെ മഹത്വം അന്വേഷിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ മേൽ കൃപ ചൊരിയുവാനും തന്റെ തിരുരക്തം വഴി നമ്മുടെ പാപങ്ങൾ മോചിക്കുവാനും ഇടയാകുന്നു. വീണ്ടും പ്രാർത്ഥനയുടെ വ്യക്തിയായിരുന്നു പരിശുദ്ധ മറിയം. പ്രാർത്ഥനയിലൂടെയാണ് ദൈവകൃപ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുക. പരിശുദ്ധ അമ്മ തന്റെ ജീവിതം മുഴുവനും പ്രാർത്ഥനയാക്കി മാറ്റിക്കഴിഞ്ഞപ്പോൾ ദൈവകൃപയിൽ വളരുവാൻ തക്കവിധം ഹൃദയത്തെ ഉയർത്തുവാനും ഹൃദയത്തെ തുറക്കുവാനും പരിശുദ്ധ മറിയത്തിന് സാധിച്ചു. പ്രാർത്ഥന ദൈവീക സാന്നിധ്യം അനുഭവിക്കുന്ന നിമിഷമാണ്. ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ സ്വരവും തിരിച്ചറിയുവാൻ പ്രാർത്ഥനയിലൂടെ നമുക്കും സാധിക്കുന്നു. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള യേശുവിന്റെ വാഗ്ദാനം പ്രാർത്ഥനയിലൂടെ ദൈവീക സ്വരം തിരിച്ചറിയുവാൻ നാം പരിശ്രമിക്കുമ്പോൾ അവിടുത്തെ സ്വരം മൃദുലമായി കേൾക്കുവാൻ നമ്മുടെ മനസ്സാക്ഷിയിലൂടെ നമുക്ക് സാധിക്കും. ഇന്ന് പലപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുക, നാം പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്നുണ്ട് എങ്കിലും നമ്മുടെ എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടണമെന്നുള്ള ഒരേ ഒരു ആഗ്രഹത്തിന്റെ പിന്നിൽ നാം കർത്താവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ കർത്താവ് നമ്മോട് പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാനോ അതനുസരിച്ച് പ്രവർത്തിക്കുവാനോ നാം ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാനായി ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ കർത്താവ് എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കാതെ പോകുന്നത്? നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ഈ വചനത്തില് കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുക. എന്നാൽ പലപ്പോഴും നമ്മളിൽ പലരുടെയും ജീവിതങ്ങളിൽ വചനം നിലനിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, കർത്താവിന്റെ വചനം വായിക്കുവാനോ സ്വീകരിക്കുവാനോ നാം സന്നദ്ധത കാണിക്കുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പല സ്ഥലങ്ങളിലും ധ്യാന അവസരങ്ങളിൽ ചോദിക്കുമ്പോൾ പല വ്യക്തികളും ആവർത്തിക്കുന്ന കാര്യം, ഈ വചനം വായിക്കുവാൻ എവിടെയാണ് സമയം? ജീവിതത്തിന്റെ തിരക്ക് പിടിച്ച മേഖലകളിൽ, ജോലിസ്ഥലങ്ങളിൽ ജോലിയുമായി ബന്ധപ്പെട്ട് നീങ്ങുമ്പോൾ അല്പസമയം വചനത്തിന്റെ മുമ്പിൽ ധ്യാന നിമഗ്നനായിരിക്കുവാനായി ആർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. വചനം ജീവനാണ്, അതിൽ ദൈവീക സാന്നിധ്യമുണ്ട് എന്ന് തിരിച്ചറിയുവാൻ പലർക്കും സാധിക്കാതെ പോകുന്നു. നമ്മുടെ കാര്യങ്ങൾ മാത്രം സാധിച്ചു കിട്ടണം, ദൈവവചനമോ ദൈവീക സ്വരങ്ങൾ തിരിച്ചറിയുവാൻ തക്കവിധം ഹൃദയത്തെ ഒരുക്കുവാനോ നാം തയ്യാറാകുന്നില്ല എന്നുള്ളത് ഏറ്റവും ഖേദകരമായി തുടരുന്ന കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, വചന ഹൃദയത്തിൽ നിറച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. പരിശുദ്ധ അമ്മ തന്റെ ഹൃദയം മുഴുവനും ജീവിതം മുഴുവനും വചനത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച് വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ കൃപകൾ കൊണ്ട് നിറഞ്ഞതുപോലെ നമ്മുടെ ജീവിതവും പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ ദൈവ സ്വരം തിരിച്ചറിയുവാൻ തക്കവിധം വചനബദ്ധമായി ജീവിക്കുമ്പോൾ കൃപകൾ കൊണ്ട് നിറയുവാൻ നമുക്കും സാധിക്കും. എത്രമാത്രം ബോധ്യമുണ്ടെങ്കിലും വചന ജീവിതം ഇന്ന് പലർക്കും അസാധ്യമായി തീരുന്നു. എന്തിനും ഏതിനും സമയം കണ്ടെത്തുമ്പോൾ ജീവൻ നൽകുന്ന വചനം സ്വീകരിക്കുവാൻ നാം തയ്യാറാകുന്നില്ല എന്നുള്ളത് ആധ്യാത്മിക ജീവിതത്തിന്റെ ശുഷ്കമായ അവസ്ഥയെ എടുത്തു കാണിക്കുന്നു. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിത്തരുവാൻ മാത്രം ദൈവത്തെ സമീപിക്കുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും. കർത്താവ് പറയുന്നു, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, കർത്താവിന്റെ ഹിതം നിറവേറ്റുന്നവനാണ് യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന
ശിഷ്യന്മാരുടെ യോഗ്യത. യഥാർത്ഥത്തിൽ കർത്താവിനെ അനുഗമിക്കുവാൻ നാം തയ്യാറാണ് എങ്കിൽ കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ നാമും തയ്യാറാകും. വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമാകുമ്പോൾ മറ്റുള്ളതിനെല്ലാം ദൈവീക സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ തുറന്നു കൊടുക്കുവാൻ തക്കവിധം നമ്മുടെ ഹൃദയം വിശാലമാവുകയും ചെയ്യും. വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന കാര്യം, ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുന്നുവെന്ന് ഹെബ്രായ ലേഖനത്തിൽ 12-ാം അധ്യായം 15-ാം തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് പലരുടെയും ജീവിതങ്ങളിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വിദ്വേഷവും പകയും കോപവും അസ്വസ്ഥതയും പ്രതികാര ചിന്തയും ദൈവകൃപ സ്വീകരിക്കുവാൻ നമ്മളെ തടസ്സപ്പെടുത്തുന്നു. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഇന്ന് അനേകം ജനങ്ങളെ വഴിതെറ്റിക്കുകയും ദൈവകൃപ സ്വീകരിക്കുവാൻ നമ്മുടെ ജീവിതത്തിന് തടസ്സമായി നിൽക്കുകയും ചെയ്യുന്നു. വിദ്വേഷം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ അവതാരമാകുവാൻ കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. ഇന്ന് കുടുംബങ്ങളിൽ പോലും മാതാപിതാക്കന്മാർ തമ്മിലും മക്കൾ തമ്മിലും സഹോദരന്മാർ തമ്മിലും വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് പരസ്പരം നശിപ്പിക്കുവാനായി കാത്തിരിക്കുന്ന വലിയ സമൂഹമാണ് നമ്മുടെ മുമ്പിലുള്ളത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ വേര് പാകിയിരിക്കുന്ന വിദ്വേഷത്തിൻ്റെ ഈ ചിന്ത നമ്മുടെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റുവാൻ തക്കവിധം നമ്മുടെ ഹൃദയം തുറക്കപ്പെടട്ടെ. വീണ്ടും സ്നേഹത്തിൽ വേരുപാകുവാനായിട്ടാണ് കർത്താവ് ആഗ്രഹിക്കുക. വിശുദ്ധരെ പോലെ നമ്മുടെ ജീവിതവും സ്നേഹത്തിൻ്റെ വേരുകൾ ജീവിതം മുഴുവനും നിറഞ്ഞു നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഫലങ്ങൾ നൽകുവാൻ തക്കവിധം നമ്മുടെ ജീവിതം ഒരുക്കപ്പെടും. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമാ കൺകളിലാ. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമാ കൺകളിലാ. പ്രാർത്ഥന ഒഴുകുന്ന മിഴിനീരിലാ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. കെട്ടിയ പഴയൊരു ജപമാല വീട്ടിലുണ്ടായിരുന്നു. പൊട്ടിയിട്ടും കൂട്ടി കെട്ടിയ പഴയൊരു ജപമാല വീട്ടിലുണ്ടായിരുന്നു. സഹനത്തിൽ ഈശോയെ പിരിയാത്തൊരമ്മതൻ ഹൃദയസ്പന്ദനമതിൽ കേട്ടിരുന്നു. എന്റെ യാത്രതൻ താളമതായിരുന്നു. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലവേ നാവിൻ്റെ പിഴയവൾ തീർത്തിരുന്നു. നന്മ നിറഞ്ഞ
മറിയമേ ചൊല്ലവേ നാവിൻ്റെ പിഴയവൾ തീർത്തിരുന്നു. മാതാവിൻ മടിയിലൂടീശോയിലെത്തുന്ന കുറുക്കുവഴിയവൾ അറിഞ്ഞിരുന്നു. എൻ്റെ പ്രാർത്ഥന താളമതായിരുന്നു. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമാ കൺകളിലാ. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമാ കൺകളിലാ. പ്രാർത്ഥന ഒഴുകുന്ന മിഴിനീരിലാ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായം 22-23 തിരുവചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നീ ബലിയർപ്പിക്കുവാനായി ബലിപീഠത്തിൽ ചെല്ലുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നിയാൽ നിന്റെ കാഴ്ചവസ്തു അവിടെ വെച്ച് പോയി സഹോദരനുമായി രമ്യപ്പെട്ടതിന് ശേഷം വന്ന് വിശുദ്ധ ബലിയർപ്പിക്കുക. പലപ്പോഴും ഹൃദയം നിറഞ്ഞ് വിദ്വേഷവും പകയുമായി അസ്വസ്ഥമായ ഹൃദയവുമായി ദൈവത്തിൻ്റെ ബലിപീഠത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ കൃപകൾ സ്വീകരിക്കുവാൻ ഒരുക്കമല്ലാത്ത ഹൃദയം ദൈവിക സന്നിധിയിൽ പ്രാർത്ഥനയായി ഉയരില്ല എന്നുള്ളതും നാം ഓർക്കണം. പ്രത്യേകമായി നമ്മുടെ ജീവിതം പ്രാർത്ഥനയുടെ വ്യക്തികളായി തീരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, കൃപകൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ, പ്രത്യേകമായി വിദ്വേഷത്തിൻ്റെ വേരുകൾ ദൈവിക സന്നിധിയിൽ നിന്നും നമ്മുടെ ഹൃദയത്തിൽ നിന്നും അടർത്തി കളയുവാനും സ്നേഹത്തിൻ്റെ വേരുപാകി ആധ്യാത്മിക ജീവിതം മെച്ചപ്പെടുത്തുവാനും നമുക്കിടയാകട്ടെ. വീണ്ടും നമ്മുടെ സഹോദരന്മാർ തമ്മിലുള്ള ബന്ധത്തിലും നമുക്ക് വരുന്ന തകർച്ചകൾ സഹോദരനെ സഹോദരനായി കാണുവാനോ കുടുംബങ്ങളിൽ പോലും മറ്റു വ്യക്തികളെ ശത്രുക്കളായി കാണുന്ന മനോഭാവം ഇന്ന് വളർന്നു വരുന്നു. നമ്മുടെ ജീവിതത്തിൽ സ്നേഹമുള്ളവരെ, സ്നേഹം മാത്രമാണ് ഏക ശക്തി എന്ന് തിരിച്ചറിയുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കട്ടെ. യേശു പറഞ്ഞു കൊടുത്ത വചനങ്ങളും നിയമങ്ങളുമെല്ലാം സ്നേഹത്തിൻ്റെ അവതാരമാകുവാനുള്ള ക്ഷണമാണ്. കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മളും സ്നേഹിച്ചുകൊണ്ട് ദൈവീക സാന്നിധ്യവും ദൈവീക കൃപകൾ നിറഞ്ഞ വ്യക്തികളുമായി തീരുവാൻ നമുക്ക് ഇടയാകട്ടെ. ആത്മീയ സന്തോഷവും ദൈവീക സ്വരങ്ങളും തിരിച്ചറിയുവാനും നമ്മുടെ ജീവിതം ആനന്ദദായകമാക്കി തീർക്കുവാനും ദൈവ സ്നേഹത്തിന് സാധിക്കും എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. വീണ്ടും നമ്മുടെ ജീവിതങ്ങളിൽ ഏറ്റവും പരാജയത്തോടുകൂടി കാണുന്ന തിന്മയുടെ ശക്തി ലോകത്തിന് അനുരൂപരായി ജീവിക്കുന്ന വ്യക്തികളായി നാം അധപ്പതിക്കുന്നു. യേശുവിൻ്റെ സന്ദേശം മുഴുവനും വായിക്കുമ്പോൾ നാം കാണുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നിങ്ങൾ ലോകത്തിന് അനുരൂപരാകരുത് എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ, ലോകത്തിന്റെ സുഖ സൗകര്യങ്ങളും സുഖഭോഗങ്ങളും മുഴുവനും ആസ്വദിക്കുവാൻ തക്കവിധം നാം ജീവിക്കുമ്പോൾ കൃപകൾ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു. ഇന്ന് എവിടെയും എന്തിനേയും ലോകത്തിലുള്ളതിനെ അനുകരിക്കുവാനും അത് ജീവിതത്തിൽ ആവോളം ആസ്വദിക്കുവാനും ശ്രമിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ മുമ്പിൽ കാണുക. ലോകത്തിൽ കാണുന്നതിന് എല്ലാം വിശ്വസിക്കുവാനും അതിനെ സ്വീകരിക്കുവാനും തത്രപ്പെടുമ്പോൾ ദൈവത്തിന്റെ സ്വരം തിരിച്ചറിയുവാൻ ലോകത്തിൽ മുഴുകിക്കഴിയുന്നവർക്ക് സാധിക്കാതെ പോകുന്നു. യോഹന്നാന്റെ ലേഖനത്തിൽ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുവാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. ലോകത്തിന്റെ മോഹ വലയങ്ങൾക്ക് നാം അടിപ്പെടുമ്പോൾ ദൈവത്തിന്റെ സ്വരം കേൾക്കുവാനോ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിയുവാനോ നമുക്ക് സാധിക്കാതെ വരുന്നു. എവിടെ തിരിഞ്ഞാലും ലോകം വെച്ചു നീട്ടുന്ന സ്നേഹവും
ലോകം വെച്ച് നീട്ടുന്ന സുഖ സൗകര്യങ്ങളും സന്തോഷങ്ങളും ആവോളം ആസ്വദിച്ചുകൊണ്ട് ജീവിതത്തെ നശിപ്പിക്കുന്ന വചനത്തിന്റെ മുമ്പിൽ ഹൃദയത്തെ തുറന്നു കൊടുക്കാതെ ലോകം വെച്ച് നീട്ടുന്ന സുഖ സൗകര്യങ്ങളും സുഖഭോഗങ്ങളും ആസ്വദിച്ചുകൊണ്ട് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുന്നതിന് പകരം വിശാലമായ വാതിലിലൂടെ പ്രവേശിച്ച് തങ്ങളെ തന്നെ നശിപ്പിക്കുന്ന, ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന ഈ ലോക ജീവിതത്തിൽ തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ലോകത്തിന്റെ വ്യക്തി ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. ഇന്ന് വചനത്തിലൂടെ നമ്മോട് യേശുക്രിസ്തു ആഗ്രഹിക്കുകയും ആജ്ഞാപിക്കുകയും ചെയ്യുന്ന കാര്യവും ദൈവത്തിന്റെ മിത്രമാകുവാൻ നാം നമ്മളെ തന്നെ തയ്യാറാക്കണം എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറയുന്നു, നിങ്ങളെ ദാസന്മാരെന്നല്ല, ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. യേശുവിന്റെ സ്നേഹിതരാകുവാനുള്ള ഏറ്റവും വലിയ കൃപ ലഭിച്ചിരിക്കുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും. നമ്മളെ സ്നേഹിതന്മാരായി യേശു കരുതുന്നുവെങ്കിൽ കർത്താവിനോട് ചേർന്ന് നിന്ന് ധാരാളം ഫലങ്ങൾ നൽകുവാൻ, ലോകത്തിന്റെ വ്യാമോഹങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ സ്വയം വിനീതനാകുവാനും ദൈവിക സ്വരങ്ങൾ തിരിച്ചറിയുവാനും തക്കവിധം നമ്മുടെ ഹൃദയത്തെയും ജീവിതത്തെയും ഒരുക്കുവാനിടയാകട്ടെ. പരിശുദ്ധി അമ്മ വചനം തുറന്നുകൊടുത്ത് ദൈവത്തിന്റെ ദാസിയായി ജീവിച്ചതുപോലെ ഹൃദയത്തിൽ എളിമയോടുകൂടി വചനം സ്വീകരിക്കുവാൻ നമുക്കുമിടയാകട്ടെ. അങ്ങനെ കൃപകൾ കൊണ്ട് നിറഞ്ഞ വ്യക്തികളായി തീരുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിൽ മികച്ചു നിൽക്കുന്ന ദൈവകൃപ നിമിത്തം നാം ദൈവീക മനുഷ്യരായി തീരുവാൻ ഇടയാക്കുകയും ചെയ്യും. പരിശുദ്ധി അമ്മ കൃപ നിറഞ്ഞതുപോലെ നമുക്കും കൃപകൾ കൊണ്ട് നിറയുവാൻ വചനം നമ്മുടെ ജീവിതത്തിന്റെ വഴിവിളക്കായി തീരട്ടെ. പ്രാർത്ഥന ആധ്യാത്മിക ജീവിതത്തിന്റെ ശക്തി സ്രോതസ്സായി മാറട്ടെ. സ്നേഹം നമ്മുടെ ജീവിതത്തിന്റെ കണ്ണാടിയായി മാറട്ടെ. നമ്മുടെ ജീവിതം മുഴുവനും കർത്താവ് തുറന്നു തരുന്ന പ്രാർത്ഥനയായി ദൈവിക സന്നിധിയിലേക്ക് ഉയർത്താം. പ്രാർത്ഥനയുടെ വ്യക്തിയായി, വചനത്തിന്റെ ശുശ്രൂഷകരായി, വിനയത്തിന്റെ അങ്കി ധരിച്ചുകൊണ്ട് ദൈവിക സന്നിധിയിൽ കൃപ സ്വീകരിക്കുവാൻ നമുക്കിടയാകട്ടെ. പ്രാർത്ഥനയിലൂടെ വെളിപ്പെടുത്തപ്പെടുന്ന ദൈവിക സ്വരങ്ങൾ തിരിച്ചറിയുവാൻ, വചനത്തിലൂടെ സംസാരിക്കുന്ന ദൈവത്തിന്റെ സ്വരം കേൾക്കുവാൻ, വിദ്വേഷത്തിന്റെ ജീവിതം ത്യജിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ ജീവിതം നയിച്ചുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന കൃപയുടെ ജീവിതം നയിക്കുവാൻ, പ്രാർത്ഥനയുടെ ഗോവണി കയറി ദൈവിക സാന്നിധ്യമാകുന്ന അവിടുത്തെ ജീവിതമാകുന്ന അവിടുത്തെ കൃപ സ്വീകരിക്കുവാൻ തക്കവിധം ഒരുക്കപ്പെടുന്ന ജീവിതങ്ങളായി നമ്മുടെ ജീവിതവും മാറട്ടെ. ആത്മീയ സന്തോഷവും ദൈവിക കൃപകളും നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി ഉണ്ടാവുകയും ചെയ്യട്ടെ. ഈ വർഷം മുഴുവനും കൃപ നിറഞ്ഞ വ്യക്തികളായി തീരുവാൻ പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം നമുക്ക് ഇടയാകുകയും ചെയ്യട്ടെ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ആശീർവദിക്കുന്നു. ആമേൻ.